നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ്. കിങ്സ് ബസാർ ഹൈ 200 ഇന്ത്യ മൾട്ടി സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ ഒഫീഷ്യൽ അഡ്രസ് എന്ന് പറയുന്നത്. നമുക്ക് ഗൂഗിളിൽ ആദ്യം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഈ കമ്പനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്ന്. ഞാൻ ഇവിടെ ഗൂഗിളിനോട് ചോദിച്ച ഒരു ചോദ്യമാണ്, കർണാടകയിലുള്ള കിങ്സ് ബസാർ എന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ്, MD ആൻഡ് CEO ആരാണ്, അവരുടെ എഡ്യൂക്കേഷൻ എന്താണെന്ന് AI മോഡൽ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, കർണാടക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കിങ്സ് ബസാർ എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും MD ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും താഴെ പറയുന്നവരാണ്. മാനേജിംഗ് ഡയറക്ടർ MD ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ ആനന്ദ് T ലംബാനി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് ഡോക്ടർ നാഗരാജ്. രണ്ടുപേരും ഡോക്ടറേറ്റ് ആണ്. ഇവരുടെ ഡോക്ടറേറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ വിദ്യാഭ്യാസ യോഗ്യതകളെ കുറിച്ച് പറഞ്ഞ ഇവരുടെ കമ്പനിയുടെ ഔദ്യോഗിക പേരും സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളുടെ പേരിനൊപ്പം ഡോക്ടർ എന്ന് രേഖപ്പെടുത്തിയിട്ടെന്നാൽ ഇവരുടെ കൃത്യമായ ബിരുദത്തെക്കുറിച്ചോ നിർദ്ദിഷ്ട യൂണിവേഴ്സിറ്റി കോഴ്സ് മറ്റ് ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ചോ വ്യക്തിമായ വിവരങ്ങൾ ലഭ്യമാക്കിയിട്ടില്ല പറയുന്നുണ്ട്. എങ്കിലും ഇവർക്ക് കിട്ടിയിരിക്കുന്നത് ഹോണററി ഡോക്ടറേറ്റ് ആണെന്നാണ് പറയുന്നത്. ഇവരുടെ എഡ്യൂക്കേഷൻ MA ഹിസ്റ്ററി ആൻഡ് MA പൊളിറ്റിക്കൽ സയൻസ് ഉണ്ടെന്ന് നമുക്ക് ഗൂഗിളിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ആസ്ഥാനം ഹെഡ് ഓഫീസ് എവിടെയാണ്? റിട്ടിഹള്ളി എന്ന സ്ഥലത്താണ്. പ്രവർത്തന മേഖല ഡയറക്ട് സെല്ലിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, MLA രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം ആണ്. ഉൽപ്പന്നങ്ങൾ, ഹോം അപ്ലയൻസ്, ഇലക്ട്രോണിക്സ്, കിച്ചൺ നിത്യോപയോഗ സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. പ്രത്യേകം വിപണിയിലെ പ്രമുഖ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ആകർഷമായ ഡിസ്കൗണ്ടിൽ ഉപഭോക്താക്കൾ നൽകുന്നു എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എത്ര ഫ്രാഞ്ചൈസി ഉണ്ട്, എത്ര വെയർഹൌസ് ഉണ്ട് എന്നൊന്ന് ചോദിച്ചപ്പം അവിടെ പറഞ്ഞിട്ടുണ്ട്, കിങ്സ് ബസാർ എന്ന കമ്പനി ഔദ്യോഗിക വിവരങ്ങളും താഴെ പറയുന്നു. ഫ്രാഞ്ചൈസികൾ ഇന്ത്യ ഒട്ടാകെ 120-ലധികം ഫ്രാഞ്ചൈസി സ്റ്റോറുകൾ ഓൾറെഡി ഉണ്ട്. ഇതിൽ ഭൂരിഭാഗം കർണാടകയിലെ വിവിധ ജില്ലകളിലാണ്. വെയർഹൌസുകൾ ഏകദേശം 9 വെയർഹൌസുകൾ ഉണ്ട്, അതായത് സംഭരണശാലകളാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് പറയുന്നത്. കമ്പനിയുടെ ഡീറ്റെയിൽസ് പറയാമോ എന്ന് ചോദിച്ചാൽ കർണാടക ആസ്ഥാന പ്രവർത്തിക്കുന്ന കമ്പനി ഇങ്ങനെയാണ്. ബിസിനസ് മാതൃക എന്താണ്, ബിസിനസ് മോഡൽ എന്താണെന്ന് പറയുന്നുണ്ട്. നമുക്ക് 50% വരെ ഡിസ്കൗണ്ടിൽ പ്രൊഡക്റ്റുകൾ കിട്ടുന്ന ഒരു കമ്പനിയാണിത്. സാംസങ്, ബജാജ് അങ്ങനെ തുടങ്ങിയ മെയിൻ ബ്രാൻഡുകളുള്ള സാധനങ്ങളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഫ്രാഞ്ചൈസി ഓപ്ഷനുകളുണ്ട്. കമ്പനിയുമായി ചേർന്ന ബിസിനസ് താല്പര്യമുണ്ട്. രണ്ട് പ്രധാന, അതായത് നിക്ഷേപത്തിന് 50% ഡിസ്കൗണ്ട് ഓപ്ഷൻ ഉണ്ട്. 2500 രൂപ മുടക്കാണെങ്കിൽ 5000 രൂപ MRP ഉള്ള പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഡെയിലി ക്യാഷ് ബാക്ക് ഓഫറും ഉണ്ട്. ഫിക്സഡ് ഡെയിലി ക്യാഷ് ബാക്ക്. വരുമാന മാർഗങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ PDF നമുക്ക് പോകാം. അതിനു മുമ്പായിട്ട് കിങ്സ് ബസാറിന്റെ വെബ്സൈറ്റ് നമുക്കൊന്ന് കാണാം. വെബ്സൈറ്റിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് HI 200 ഇന്ത്യ മൾട്ടി സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറെ കാര്യങ്ങൾ, എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് ഇവർക്കുള്ളത്, ഇതെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഫേസ്ബുക്ക് പേജ് നോക്കുകയാണെങ്കിൽ തന്നെ ഫേസ്ബുക്ക് പേജിലും ഇവരുടെ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ MD ആനന്ദ് T ലംബാനി എന്ന ഇദ്ദേഹത്തിന്റെ പേര് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതിനെ കുറെ കാര്യങ്ങൾ ഇവരുടെ ഇവിടെ ഉണ്ട്. ഇവരുടെ യൂട്യൂബ് ചാനലുകളൊക്കെ ആണെങ്കിൽ നിരവധി യൂട്യൂബ് ചാനലില് നിരവധി വീഡിയോസ് ഇവിടെ ഉണ്ട്. ഒത്തിരി അവരുടെ വെയർഹൌസുകൾ, അവരുടെ പുതിയ ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്തതിനെ കുറിച്ചുള്ള വീഡിയോസ്, കാര്യങ്ങൾ, അവരുടെ മീറ്റിംഗ് കാര്യങ്ങളെ കുറിച്ചൊക്കെ നിരവധി യൂട്യൂബിലും നമുക്കിത് കാണാൻ പറ്റും. കർണാടക കിങ്സ് ബസാർ നിരവധി മീറ്റിംഗുകൾ നടക്കുന്നുണ്ട്. അവരുടെ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്, അവരുടെ വെയർഹൌസുകൾ എവിടെയൊക്കെയാണ്, അതിന്റെ ഓരോന്നിന്റെ ഉദ്ഘാടനത്തെ കുറിച്ചൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഇത് 2021 രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയാണ്. അതിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഹൈ 200 ഇന്ത്യ മൾട്ടി സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ആക്റ്റീവ് തന്നെയാണ്. ഇപ്പോഴും ROC ആണ് ഇവരുടെ CIN നമ്പർ. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവരുടെ നമുക്ക് ലീഗലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. എല്ലാ കാര്യങ്ങളും രജിസ്റ്റേർഡ് ഒരു കമ്പനിയാണ്. അവരുടെ ആരൊക്കെയാണ് ഇതിന്റെ ഡയറക്ടേഴ്സ്? രണ്ടുപേര്, ആനന്ദ ലമാനി, നസറീൻ ബാനു എന്ന രണ്ടുപേരാണ് ഇതിനകത്ത് ഡയറക്ടർമാരായിട്ട് ഉള്ളത്. അവരുടെ DIN നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ബിസിനസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം വന്നിരിക്കുന്നത് ഇവരുടെ PDF-ലാണ് വരുന്നത്. PDF-ല് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് കിങ്സ് ബസാറിനെ കുറിച്ചുള്ള ഫസ്റ്റ് പേജ് ഇതാണ്. സെക്കൻഡ് പേജിൽ അബൌട്ട് അസ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ കമ്പനിയുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ലീഗൽ ഡോക്യുമെന്റ്സ് ഞാൻ പറഞ്ഞു, അതിന്റെ ലീഗൽ ഡോക്യുമെന്റ്സിന്റെ ഇമേജസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉദ്യം രജിസ്ട്രേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇൻകം ടാക്സിന്റെ ഡിപ്പാർട്ട്മെന്റ് രജിസ്ട്രേഷൻ ഉണ്ട്. GST രജിസ്ട്രേഷൻ ഉണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റുകൾ ഇവരുടെ ഈ ലീഗൽ ഡോക്യുമെന്റ്സിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമുക്ക് താഴെ കാണാൻ പറ്റുന്നത് ലെറ്റ് സ്റ്റാർട്ടഡ് ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയുന്നത്. ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി എന്താണ് നമുക്ക് നോക്കാം. ഇവിടെ ആക്ടിവേഷൻ പാക്കേജ് ആൻഡ് ക്യാഷ് ബാക്കുകളെ കുറിച്ച് പറയുന്നുണ്ട്. ബേസിക് പാക്കേജ് എന്ന് പറയുന്നത് 2500, 5000, 10000, 25000, 50000 ബേസിക് പാക്കേജ്. പോപ്പുലർ പാക്കേജിൽ 1 ലക്ഷം, പിന്നെ 2.5 ലക്ഷം. പ്രീമിയം പാക്കേജിൽ 5 ലക്ഷം, 10 ലക്ഷം. കിങ് പാക്കേജ് 20 ലക്ഷത്തിന്റെയാണ്. യു വിൽ ഗെറ്റ് 50% ഡിസ്കൗണ്ട് ഓൺ എവരി പാക്കേജ്.
നമ്മളിവിടെ പ്രൊഡക്റ്റ് ആണ് വാങ്ങുന്നത് എങ്കിൽ നമുക്ക് 50% ഡിസ്കൗണ്ടിലാണ് ഇത് കിട്ടുന്നത്. കാരണം നമ്മളൊരു 5000 രൂപയുടെ MRP ഉള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് 2500 രൂപ മുടക്കിയാൽ മതി. ഇപ്പൊ നിയറസ്റ്റ് ഫ്രാഞ്ചൈസി ഉള്ളവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഇത് മേടിക്കാൻ പറ്റും. അതുപോലെ തന്നെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പുതിയ പുതിയ ഫ്രാഞ്ചൈസികൾ ഓപ്പൺ ചെയ്ത് വരികയാണ്. കേരളത്തിലും അടുത്തിടെ തന്നെ ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്യുമെന്നുള്ള വിവരങ്ങളൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഇതിന്റെ കമ്പനി വിസിറ്റ് ചെയ്ത പല ലീഡേഴ്സിനെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് ഉടനെ തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫ്രാഞ്ചൈസികൾ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇനി വേറൊരു കാര്യം കൂടി ഇവിടെ പ്രധാനമായിട്ട് പറയാനുള്ളത്, യു വിൽ ഗെറ്റ് 50% ഡിസ്കൗണ്ട് ഓൺ എവരി പാക്കേജ് എന്ന് പറയുന്ന പോലെ ഇഫ് യു ചൂസ് ക്യാഷ് ബാക്ക് ഓപ്ഷൻ യു വിൽ ഗെറ്റ് ക്യാഷ് ബാക്ക്. അതായത് നമുക്ക് ഫ്രാഞ്ചൈസി ഇല്ല, നമുക്ക് സാധനം എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. ക്യാഷ് ബാക്ക് എങ്ങനെയാണ്? നമ്മൾ ഒരു 2500 രൂപയാണ് മുടക്കുന്നത് എങ്കിൽ നമുക്ക് എല്ലാ ദിവസവും 1% വീതം ക്യാഷ് ബാക്ക് കിട്ടും. അതായത് മൺഡേ ടു ഫ്രൈഡേ മാത്രമാണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഡബിൾ 5000 ആകുന്നത് വരെ നമുക്ക് കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. കണ്ട് ഇവിടെ പറയുന്നുണ്ട് യു വിൽ ഗെറ്റ് എ ഡബിൾ പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് ബേസിസ് ഓൺ പാക്കേജ് എമൗണ്ട്. നമ്മുടെ പാക്കേജിന്റെ 50% 2500 മുടക്കുകയാണെങ്കിൽ 5000 MRP ഉള്ള ബ്രാൻഡഡ് പ്രൊഡക്റ്റിൽ 5000 MRP എഴുതിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് 2500 നേരെ പകുതി കൊടുത്താൽ വാങ്ങാൻ പറ്റും. അല്ല നമ്മൾ ക്യാഷ് ബാക്ക് ഓപ്ഷൻ ആണ് എങ്കിൽ നമുക്ക് 2500 മുടക്കി കഴിഞ്ഞാൽ 5000 രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. ഇനി അതിന്റെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 50% ഡിസ്കൗണ്ട് ഓൺ എവരി പ്രൊഡക്റ്റ്. നല്ല ബ്രാൻഡഡ് സാധനങ്ങളാണ്. സാംസങ്, ഉഷ, അതുപോലെ തന്നെ വീഡിയോകോൺ, നിരവധി ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഉള്ളത്. കാരണം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഇവര് വാങ്ങുന്നു. എങ്ങനെയാണ് ഇവർക്ക് ഡിസ്കൗണ്ടിൽ കൊടുക്കാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കമ്പനികളും ലോസിൽ പോകുമ്പോൾ ആ ഷോപ്പുകളൊക്കെ ഇവര് ബൾക്കായിട്ട് പർച്ചേസ് അവിടെയുള്ള പ്രൊഡക്റ്റുകളെല്ലാം പർച്ചേസ് ചെയ്തതിനു ശേഷം വളരെ ചീപ്പ് റേറ്റിലായിരിക്കും ഇവർക്ക് കിട്ടുന്നത്. അപ്പൊ അതാണ് ഇവര് നമുക്ക് തരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവിടെ ലഭിക്കുന്നു. അതുപോലെ തന്നെ ക്യാഷ് ബാക്ക് ഒക്കെ കൊടുക്കത്തക്ക രീതിയിൽ ഇവർക്ക് പലതരം ബിസിനസ് ഉണ്ടെന്നാണ് ഇവിടുന്ന് പോയിട്ടുള്ള ലീഡേഴ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. കാരണം അവർക്ക് നിരവധി സ്ക്രാപ്പിന്റെ ബിസിനസ്, അതുപോലെ തന്നെ നിരവധി മറ്റുള്ള ബിസിനസ്സുകളുണ്ട്. അതിൽ നിന്നൊക്കെ കിട്ടുന്ന ലാഭമാണ്. അപ്പൊ ഈ ഒരു വലിയൊരു ഫണ്ട് ഇവർ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മറ്റുള്ള ബിസിനസ്സിൽ യൂട്ടിലൈസ് ചെയ്തതിനു ശേഷം അവിടെ നിന്ന് കിട്ടുന്ന ഇൻകമാണ് നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് തരുന്നതാണ് പറയപ്പെടുന്നത്. ഇവിടെ ടൈപ്സ് ഓഫ് ഇൻകത്തിൽ പറയുന്നത് ക്യാഷ് ബാക്ക് ഉണ്ട്, ഡയറക്റ്റ് സ്പോൺസർ ഇൻകം ഉണ്ട്, ടീം മാച്ചിങ് ഇൻകം, ക്ലബ് ഇൻകം, റീപർച്ചേസ് ഇൻകം, അവാർഡ് ആൻഡ് റിവാർഡ്സ്, ഇത്രയും കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പോൺസർ ഇൻകം, ഇവിടെ നമുക്ക് സ്പോൺസർ ഇൻകം എന്ന് പറയുന്നത് 10% ആണ് സ്പോൺസർ, ഡയറക്റ്റ് സ്പോൺസർ ഇൻകം ആണ് പറയുന്നത്. ഉദാഹരണം, നമ്മൾ 5000 രൂപ മുടക്കുന്ന ഒരു വ്യക്തി നമ്മൾ റെഫർ ചെയ്യുന്നു. ഇവിടെ ഒരു റെഫറൽ പ്രോഗ്രാം ഉണ്ട്, ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റം ആണ് ഇതിനകത്തുള്ളതെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. ഒരു 2500 അല്ലെങ്കിൽ 5000 രൂപ മുടക്കി ഒരു വ്യക്തിയെ നിങ്ങൾ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ മുടക്കുന്ന എമൗണ്ടിന്റെ 10%, 2500 ആണെങ്കിൽ നിങ്ങൾക്ക് 280 രൂപ, 5000 ആണെങ്കിൽ 500 രൂപ, 10000 ജോയിനിങ് ആണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ. അങ്ങനെ നിങ്ങൾക്ക് ഡയറക്റ്റ് സ്പോൺസർ ഇൻകം ഇവിടെ ലഭിക്കും. കൂടാതെ ടീം മാച്ചിങ് ഇൻകം അതിന് 10% ആണ്. ഇവിടെ ഒരു ബൈനറി പ്ലാൻ ആണ് ഇവിടെ ഉള്ളത്. ബൈനറി പ്ലാൻ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ടുള്ള വലിയ വലിയ ടീം ലീഡേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ബൈനറി സിസ്റ്റം എന്ന് പറയുന്നത്. ബൈനറി സിസ്റ്റത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ലെഫ്റ്റ് റൈറ്റ് ലെഗുകളാണുള്ളത്. ലെഫ്റ്റ് റൈറ്റ് ലെഗിൽ നമുക്ക് ബിസിനസ് വരുന്നു. എക്സാമ്പിൾ, നമ്മൾ 2 മെമ്പേഴ്സിനെ ഇതിനകത്ത് മിനിമം ഡയറക്റ്റ് ആയിട്ട് ചേർത്തെങ്കിൽ മാത്രമേ ബൈനറി ഇൻകത്തിന് നമ്മൾ എലിജിബിൾ ആകുള്ളൂ. ഉദാഹരണം, നിങ്ങൾക്ക് ഐഡിയ ഒരു 2500 ഒരു ഐഡിയ ആണ്, 2500 രൂപയാണ് നിങ്ങൾ മുടക്കിയിട്ടുള്ളത്. നിങ്ങൾ 2 വ്യക്തികളെ റെഫർ ചെയ്യുന്നു. 2 വ്യക്തി, ഒരാളെ ലെഫ്റ്റിലും ഒരാളെ റൈറ്റിലും. അവർ 2 പേരും 2500 വീതമാണ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? ഡയറക്റ്റ് ആയിട്ടുള്ള 2 വ്യക്തികളെ 2500 വീതം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 250 വീതം 2 പേരിൽ നിന്ന് കിട്ടും. കൂടാതെ ഒരു മാച്ചിങ്, ബൈനറി മാച്ചിങ് കൂടെ 250, ടോട്ടൽ 750 രൂപ അങ്ങനെ കിട്ടും. ഓരോ മാച്ചിങ്ങിലും നിങ്ങൾക്ക് 10% കിട്ടിക്കൊണ്ടിരിക്കും. ഇനി ക്ലബ് ഇൻകത്തെ കുറിച്ചാണെങ്കിൽ, ക്ലബിനെ കുറിച്ച് നിരവധി ക്ലബ്ബുകളുണ്ട്. അതിനെക്കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ക്ലബ് ഇൻകം വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ക്ലബ് ഇൻകത്തിലും ഉള്ളത്. നമുക്ക് ടീം നമ്മുടെ താഴെ എത്രമാത്രം വളരുന്നുണ്ട് അതിന്റെ അനുസരിച്ച് നമുക്ക് ഈ ക്ലബ് ഇൻകങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ നിരവധി ക്ലബ്ബുകളുണ്ട് ഇതിനകത്ത്. ഏകദേശം 6 ക്ലബ്ബുകളെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇനി ക്ലബ് ഇൻകത്തിന്റെ ഡീറ്റെയിൽസ് പറയുന്നതിന് ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. എങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഇത് വീഡിയോ വളരെ ലെങ്തി ആയി പോകും. അതുപോലെ തന്നെ റീപർച്ചേസ് ഇൻകം, ഇവിടെ ഫ്രാഞ്ചൈസി ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിലുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴൊക്കെ നിങ്ങൾക്ക് മാച്ചിങ്, എക്സാമ്പിൾ നിങ്ങളുടെ താഴെയുള്ളവരെ ഓരോരുത്തരുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നു. അപ്പൊ അവർ വാങ്ങുന്ന എമൗണ്ട് അതിന്റെ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നതിന് 4% മാച്ചിങ് റീപർച്ചേസ് ഇൻകം. ഡയറക്റ്റ് നമുക്ക് ഓൾറെഡി കിട്ടി, അവർ വീണ്ടും റീപർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കും. വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനകത്ത് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ നമ്മൾ സെൽഫായിട്ട് റീപർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ 2% നമുക്ക് ഇൻകം ഉണ്ടാവും. അവാർഡ് ആൻഡ് റിവാർഡിനെ കുറിച്ചാണെങ്കിലും വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതിനകത്തും പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പിന്നീട് പറയാം. ഇനി ടേംസ് ആൻഡ് കണ്ടീഷൻ പറയുന്നത് ഒരു പാൻ കാർഡിൽ ഒരു ID മാത്രമേ പറ്റുള്ളൂ. ഇതിനകത്ത് ഏകദേശം ഇപ്പോൾ 1.5 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അത് ഓരോരുത്തരും ഇൻഡിവിജ്വൽ ഓരോ ആളുകൾ മാത്രമാണ്. അതായത് ഒരാൾക്ക് 2 or 3 ഐഡികൾ എടുക്കാൻ പറ്റത്തില്ല. മറ്റുള്ള ബിസിനസ് പോലെ വെരിഫൈഡ് ആയിട്ടുള്ള
അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു ID മാത്രം എടുക്കാൻ, അതായത് ഒരു പാൻ കാർഡിൽ ഒരു ID മാത്രമേ പാടുള്ളൂ. ഇനി അഡ്മിൻ ചാർജസ് ഇവിടെ 15% എന്ന് കൊടുത്തിട്ട് 15 10%, 5% TDS-ഉമാണ്. ഇനി വിഡ്രോൾ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 11 മണി തൊട്ട് 5 മണി വരെയാണ്, മൺഡേ ടു ഫ്രൈഡേ. ക്യാഷ് ബാക്ക് മൺഡേ ടു ഫ്രൈഡേ ആണ്. ഡെയിലി ക്യാപ്പിംഗ് 30% ഓഫ് യുവർ ജോയിനിങ് പാക്കേജ്, അതായത് നമ്മുടെ ടീം എത്രമാത്രം താഴേക്ക് വരുന്നുണ്ട് അപ്പൊ അതിനകത്ത് നമുക്ക് കൂടുതൽ മാച്ചിങ് ഇൻകം കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് എത്ര 2500 പാക്കേജ് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ അതിന്റെ 30% എന്ന് പറഞ്ഞാൽ 780 ആണ്. ആവറേജ് അത്രയൊക്കെയാണ് വരുന്നത്. അപ്പം 700 ഒരു ദിവസം നമുക്ക് അത്രയുമാണ് ഏൺ ചെയ്യാൻ പറ്റും. നമുക്ക് ഇനി കൂടുതൽ വേണമെങ്കിൽ നമ്മുടെ ബേസിക് പാക്കേജ് നമ്മളെ കൂടുതലാക്കേണ്ടതായിട്ട് വരും. ഇനി ആഫ്റ്റർ റിസീവ് 5 ടൈംസ് ഓഫ് പർട്ടിക്കുലർ ക്ലബ്ബ് ദെൻ അപ്ഗ്രേഡേഷൻ ടു നെക്സ്റ്റ് ക്ലബ്ബ്. ക്ലബിനെ കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ടേംസ് ആൻഡ് കണ്ടീഷൻ, കമ്പൽസറി റീപർച്ചേസിംഗ് ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഇതിനകത്ത് റീപർച്ചേസിംഗിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാഞ്ചൈസിങ് സാധനം വാങ്ങുന്നതിനാണ്. ഇനി കസ്റ്റമർ കെയർ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇതിലേക്കാണ് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ID ആക്ടിവേഷൻ ആകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആക്ടിവേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ലയൻസ് ആരാണ്, നിങ്ങളെ ആരാണോ ഇതിനകത്ത് ഇൻവൈറ്റ് ചെയ്യുന്നത് അവരെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എമൗണ്ട് വെച്ച് നിങ്ങളുടെ IDകൾ ആക്ടിവേഷൻ ചെയ്യാനും പറ്റും. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ തൽക്കാലം നമുക്ക് പറയാനുള്ളത്. ഇനി ഇതിനകത്ത് മെയിൻ ആയിട്ട് പഠിപ്പിക്കാനുള്ളത് ഡയറക്റ്റ് സ്പോൺസർ പഠിച്ചു, മാച്ചിങ് ഇൻകം. ഇത് രണ്ടെണ്ണമാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. ഇനി ക്ലബ് ഇൻകം, റീപർച്ചേസ്, അവാർഡ് ആൻഡ് റിവാർഡിനെ കുറിച്ച് നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.